ഡയാമോർഫിൻ. കഠിനമായ വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം നിശ്ചിത അളവിൽ നൽകുന്ന കടുത്ത വേദന സംഹാരിയാണിത്. അളവിൽ ഒരൽപ്പം കൂടിയാൽ രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന സബ്സ്റ്റാൻസ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ മയക്കുമരുന്ന് 200-ലധികം പേരിൽ കുത്തിവെച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടാലോ? അതും ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ തന്നെ. അതെ, മരണത്തിന്റെ ദൂതനായ ഒരു ഡോക്ടർ. സംഭവം നടക്കുന്ന സ്ഥലം ബ്രിട്ടനാണ്. ഇവിടെ ഒരു ഡോക്ടർ ചികിത്സിച്ച 100-ലേറെ രോഗികൾ സമാന സാഹചര്യത്തിൽ മരണപ്പെടുന്നു. 1975 മുതൽ 1998 വരെയുള്ള നീണ്ട കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മരിച്ച രോഗികളുടെ എണ്ണം 200-ന് മുകളിലാണ്. പറഞ്ഞു വരുന്നത്, ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ എന്ന വിശേഷണമുള്ള മരണത്തിന്റെ ഡോക്ടർ എന്ന് വിളിക്കുന്ന ഡോക്ടർ ഹെറോൾഡ് ഷിപ്മാനെ കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ കൊന്നൊടുക്കിയ സീരിയൽ കില്ലർമാരുടെ പട്ടിക എടുത്താൽ 4-മതായാണ് ഇയാളുടെ സ്ഥാനം. 284 രോഗികളെയെങ്കിലും ഇയാൾ കൊന്നതായാണ് കണക്കുകൾ. ഈ മരണങ്ങളിലെല്ലാം സാമ്യതകളുണ്ടായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകളായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടെന്നതൊഴിച്ചാൽ ഇവരാരും കടുത്ത രോഗങ്ങളുള്ളവരായിരുന്നില്ല. പലരും പതിവ് ചെക്കപ്പിന് ആരോഗ്യത്തോടെ ആശുപത്രിയിലെത്തിയവരും തിരിച്ച് മൃതദേഹമായി ആശുപത്രി വിട്ടവരുമാണ്. 1975 മുതൽ ഷിപ്മാൻ നടത്തിയിരുന്ന കൊലപാതക പരമ്പര ലോകം തിരിച്ചറിഞ്ഞത് 1998 മാത്രമാണ്. ഗുരുതരാവസ്ഥയിലുള്ള ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്ന ഡയാമോർഫിൻ അമിത അളവിൽ കുത്തിവെച്ചാണ് ഷിപ്മാൻ തന്റെ രോഗികളെയെല്ലാം കൊന്നത്. 1998 ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലുള്ള ഹെയ്ഡേയിലെ കാതലിൻ ഗ്രാൻഡിയുടെ മരണമാണ് ഹെറോൾഡ് ഷിപ്മാനെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. ഇയാൾക്കെതിരെ നേരത്തെയും സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അതൊന്നും തെളിവുകളോ കണ്ടെത്തലുകളോ ഇല്ലാത്തതായിരുന്നു. ഹൈഡേയിലെ മേയർ കൂടിയായിരുന്നു കാതലിൻ ഗ്രാൻഡ്. മികച്ച ഡോക്ടർ എന്ന ഖ്യാതി നേടിയെടുത്തിരുന്ന ഷിപ്മാൻ സ്ഥലത്തെ പ്രമുഖരായെല്ലാം അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഈ അടുപ്പമാണ് കാതലിന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ ഷിപ്മാൻ ഉപയോഗിച്ചത്. 1998 ജൂൺ 24 പ്രഭാതത്തിൽ പതിവ് രക്തപരിശോധനയ്ക്കായി ഷിപ്മാൻ കാതറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. പതിവ് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അയാൾ കാതലിന്റെ രക്തം പരിശോധനയ്ക്കായി കുത്തിയെടുത്ത് മടങ്ങി. അന്നേ ദിവസം പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ സമയം കഴിഞ്ഞിട്ടും കാതലിൻ എത്താതിരുന്നതോടെ സുഹൃത്തുക്കൾ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ കാണുന്നത് സോഫയിൽ മരിച്ചു കിടക്കുന്ന കാതലിനെയാണ്. കാതലിന്റെ മരണവാർത്ത അറിഞ്ഞ് എത്തിയവരുടെ കൂട്ടത്തിൽ ഡോക്ടർ ഷിപ്മാനും ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ തന്നെയായിരുന്നു മൃതദേഹം പരിശോധിച്ചത്. വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന കാതലിന്റെ മരണകാരണം വാർദ്ധക്യ സഹജമാണെന്നും അസ്വാഭാവികതയില്ലെന്നും ഡോക്ടർ വിധിയെഴുതി. പോസ്റ്റ്മോർട്ടം പോലും ഇല്ലാതെ മൃതദേഹം സംസ്കരിച്ചു. ഹെറോൾഡ് ഷിപ്മാൻ എന്ന സീരിയൽ കില്ലറുടെ പ്രവൃത്തി അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ ഹൈഡേയിൽ മരണപ്പെട്ട മറ്റ് പല വൃദ്ധ സ്ത്രീകളുടെയും മരണം പോലെ കാതലിൻ്റെതും ഒരു സ്വാഭാവിക മരണം മാത്രമാകുമായിരുന്നു. എന്നാൽ പണത്തോടും സ്വത്തിനോടുമുള്ള ആർത്തി ഷിപ്മാന് വിനയായി. കാതലിന്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം മകൾ ആഞ്ചല വുഡ്രഫിനെ സഹപ്രവർത്തകർ വിളിച്ച് ചില വിവരങ്ങൾ അറിയിക്കുന്നതോടെയാണ് ഡോക്ടർ ഷിപ്മാന്റെ വിധി മാറുന്നത്. അഭിഭാഷകയായ ആഞ്ചല വുഡ്രഫ് അറിഞ്ഞ വിവരം ഇതായിരുന്നു: കാതലിൻ തന്റെ ലക്ഷക്കണക്കിന് പൗണ്ട് വരുന്ന സ്വത്തുക്കളൊന്നും മകളുടെയോ പേരക്കുട്ടികളുടെയോ പേരിൽ എഴുതി വെച്ചിരുന്നില്ല. അത് മാത്രമല്ല ആഞ്ചലയെ അത്ഭുതപ്പെടുത്തിയത്, ഈ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഒരാളുടെ പേരിലും. അതെ, ഡോക്ടർ ഹെറോൾഡ് ഷിപ്മാന്റെ പേരിൽ. അമ്മയും താനും തമ്മിൽ സാമ്പത്തികമായോ അല്ലാതെയോ യാതൊരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരുന്നിട്ടും വിൽപത്രത്തിൽ തന്റെ പേര് എഴുതി വെച്ചില്ലെന്നത് മാത്രമല്ല, എല്ലാം ഡോക്ടറുടെ പേരിൽ എഴുതിയെന്നതാണ് ആഞ്ചലയ്ക്ക് സംശയം തോന്നാൻ കാരണം. വൈകാതെ ആഞ്ചല പോലീസിൽ പരാതി നൽകി. ആഞ്ചലയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കാതലിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തി. കാതലിന്റെ ശരീരത്തിൽ അമിത അളവിൽ ഡയാമോർഫിൻ എത്തിയിട്ടുണ്ടെന്നായിരുന്നു മൃതദേഹം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഇതോടെ കാതലിനെ ചികിത്സിച്ച ഷിപ്മാനിലേക്ക് പോലീസ് അന്വേഷണം എത്തി. എന്നാൽ കാതലിൻ മോർഫിൻ അടിമയാണെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ഷിപ്മാന്റെ മറുപടി. ഇത് രേഖപ്പെടുത്തിയ മെഡിക്കൽ റിപ്പോർട്ടും ഷിപ്മാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെച്ചു. പക്ഷെ പരിശോധനയിൽ കാതലിന്റെ മരണശേഷമാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി. കാതലിന്റെ വിൽപത്രം ഷിപ്മാൻ വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയതും ശാസ്ത്രീയമായി തന്നെയായിരുന്നു. വിൽപത്രത്തിൽ ഒരു അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട്.
ഷിപ്മാന്റെ ടൈപ്പ്റൈറ്റർ പരിശോധിച്ചപ്പോൾ അതേ അക്ഷരത്തിൽ ആ ടൈപ്പ്റൈറ്ററിലും പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. തെളിവുകളെല്ലാം ലഭിച്ചതോടെ കാതലിന്റെ കൊലപാതകത്തിൽ ഡോക്ടർ ഹെറോൾഡ് ഷിപ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം കാതലിന്റെ മരണത്തിൽ മാത്രം നിർത്തിയില്ല എന്നതാണ് അന്വേഷണ സംഘം ചെയ്ത ഏറ്റവും സുപ്രധാനമായ കാര്യം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഹെറോൾഡ് ഷിപ്മാൻ എന്ന സീരിയൽ കില്ലറെ കണ്ടെത്താനാകുമായിരുന്നില്ല. കാതലിന്റെ മരണത്തിനു പിന്നാലെ ഷിപ്മാന്റെ ചികിത്സയിലിരിക്കെ മരിച്ച 11 പേരുടെ മൃതദേഹങ്ങൾ കൂടി പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതിലെല്ലാം ഡയാമോർഫിൻ ഓവർഡോസ് കണ്ടെത്തി. അങ്ങനെ 1998 സെപ്റ്റംബർ 7-ന് ഷിപ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ഷിപ്മാന്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. നാട്ടിലെ പ്രമുഖ ഡോക്ടർ 12 പേരെ വേദനാ സംഹാരി കുത്തിവെച്ച് കൊന്നുവെന്ന വാർത്ത പരന്നതോടെ കൂടുതൽ പേർ തെളിവുകളും സംശയങ്ങളുമൊക്കെയായി പോലീസിന് മുന്നിലെത്തി. 1995 മുതൽ 98 വരെ മരിച്ച 15 സ്ത്രീകളുടെ കൊലപാതകത്തിൽ 99-ൽ ഷിപ്മാന്റെ വിചാരണ ആരംഭിച്ചു. 15 പേരെ കൊന്നതിൽ 15 ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇയാൾക്ക് കോടതി വിധിച്ചത്. 1975 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ ഷിപ്മാൻ കുറഞ്ഞത് 218 പേരെയെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് കേസ് അന്വേഷിച്ച വെസ്റ്റ് യോർക്ക്ഷയറിലെ പോലീസ് ഡിറ്റക്റ്റീവ് ക്രിസ് ക്രിഗറിന്റെ കണ്ടെത്തൽ. സമാനമായ 888 കേസുകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഇതിൽ 604 മരണങ്ങൾക്ക് ഷിപ്മാൻ ഉത്തരവാദിയല്ലെന്ന് കണ്ടെത്തി. 38 കേസിൽ ഒരു നിഗമനത്തിലെത്താൻ പോലീസിനായില്ല. ഷിപ്മാൻ കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയ 215 പേരിൽ 171 പേർ സ്ത്രീകളും 44 പുരുഷന്മാരുമായിരുന്നു. ഷിപ്മാൻ ഡോക്ടറായി സേവനം ആരംഭിച്ചതു മുതൽ അയാൾ തന്റെ കൊലപാതകങ്ങളും നടത്തി തുടങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. ഇതിൽ പലരുടെയും സ്വത്തുക്കളും ആഭരണങ്ങളും ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നിരവധി ആഭരണങ്ങൾ കൊല്ലപ്പെട്ടവരുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 218 പേരെ അയാൾ കൊന്നതായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കണക്കുകൾ 250-ലേറെ വരുമെന്നാണ് നിഗമനം. ഇതിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ലോകം കേട്ടത് ഷിപ്മാന്റെ മരണവാർത്തയായിരുന്നു. ഇത്രയേറെ പേരെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ മനുഷ്യൻ ഒടുവിൽ ജയിൽ മുറിയിൽ കിടക്കവിരി ജനലിൽ കെട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങളും ഒടുവിലുള്ള ആത്മഹത്യയും? ഷിപ്മാന്റെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്താനായിട്ടില്ലെങ്കിലും കുട്ടിക്കാലവും ജീവിത സാഹചര്യങ്ങളുമാകാം ആ മനുഷ്യനെ ഒരു സീരിയൽ കില്ലർ ആക്കിയതെന്നാണ് അനുമാനം. 1946-ൽ നോട്ടിംഗ്ഹാമിൽ ഒരു ലോറി ഡ്രൈവറുടെയും ഫാക്ടറി ജോലിക്കാരിയുടെയും മകനായാണ് ഹെറോൾഡ് ഷിപ്മാൻ ജനിച്ചത്. ഷിപ്മാന്റെ 17-ാം വയസ്സിൽ ശ്വാസകോശ അർബുദത്തെ തുടർന്നാണ് അയാളുടെ അമ്മയുടെ മരണം. കഠിനമായ വേദനയിൽ കരയുന്ന അമ്മയ്ക്ക് ഡോക്ടർ മോർഫിൻ കുത്തിവെക്കുന്നത് കൗമാരക്കാരനായ ഷിപ്മാൻ കണ്ടിട്ടുണ്ട്. മോർഫിന്റെ ആശ്വാസത്തിൽ വേദന മറന്ന് അമ്മ ഉറങ്ങുന്നതും അയാൾ കണ്ടു. അർബുദ രോഗിയായ അമ്മയുടെ മരണം ഷിപ്മാന്റെ മാനസികാവസ്ഥയെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. അമ്മയുടെ മരണത്തിലുള്ള പ്രതികാരമാണ് മറ്റ് സ്ത്രീകളെ കൊല ചെയ്യുന്നതിലേക്ക് ഇയാളെ നയിച്ചതെന്നും കരുതുന്നു. പക്ഷേ ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. ഒരിക്കൽ പോലും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അയാൾ തുറന്നു പറഞ്ഞിട്ടില്ല. തെളിയിക്കപ്പെട്ടതിലേറെ പറയാൻ ബാക്കി വെച്ചാണ് ജയിൽ മുറിയിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചത്.